നമസ്കാരം. നിരാമിത്ര ആയുർവേദ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മലമൂത്ര വിസർജന സമയത്തുണ്ടാകുന്ന വേദനയും രക്തസ്രാവവും കാരണം പുറത്തു പറയാൻ മടിച്ച് കഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? മൂലക്കുരു അഥവാ പൈൽസ് ഇന്നൊരു വലിയ വിഭാഗം ആളുകളെ അലട്ടുന്ന പ്രശ്നമാണ്. ശസ്ത്രക്രിയയെക്കുറിച്ച് ആലോചിക്കുന്നതിനു മുൻപ് നമ്മുടെ ദഹനപ്രക്രിയ ശരിയാക്കിക്കൊണ്ട് എങ്ങനെ ഈ രോഗത്തെ ആയുർവേദത്തിലൂടെ മാറ്റിയെടുക്കാം എന്ന് ഈ വീഡിയോയിലൂടെ നിരാമിത്ര വിശദീകരിക്കുന്നു. ആയുർവേദത്തിൽ പൈൽസിനെ അർശസ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ജഠരാഗ്നി അഥവാ ദഹനശക്തി കുറയുന്നതും വിട്ടുമാറാത്ത മലബന്ധവുമാണ് ഇതിന്റെ പ്രധാന കാരണം. പ്രധാന കാരണങ്ങൾ: നാരുകൾ കുറഞ്ഞ ഭക്ഷണരീതി, ദീർഘനേരം ഒരേ ഇരിപ്പിലിരുന്നുള്ള ജോലി, കഠിനമായ ചൂടും എരിവുമുള്ള ഭക്ഷണങ്ങൾ, ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത്. പൈൽസ് നിയന്ത്രിക്കാൻ നിരാമിത്ര നിർദ്ദേശിക്കുന്ന ഫലപ്രദമായ വഴികൾ ഇതാ. തൈരും മോരും. പൈൽസ് ഉള്ളവർക്ക് ആയുർവേദം നിർദ്ദേശിക്കുന്ന ഏറ്റവും മികച്ച ഔഷധമാണ് മോര്. ഇത് ദഹനം സുഗമമാക്കുകയും മലബന്ധം ഒഴിവാക്കുകയും ചെയ്യുന്നു. മോരിൽ അല്പം ജീരകപ്പൊടിയും ഉപ്പും ചേർത്ത് കുടിക്കുന്നത് ഉത്തമമാണ്. ചേന. മൂലക്കുരുവിനെ നശിപ്പിക്കാൻ കഴിവുള്ളതിനാൽ ചേനയെ ആയുർവേദത്തിൽ സൂര്യാവർത്തം എന്ന് വിളിക്കുന്നു. ഭക്ഷണത്തിൽ പതിവായി ചേന ഉൾപ്പെടുത്തുന്നത് ഗുണകരമാണ്. ത്രിഫലചൂർണം. രാത്രി കിടക്കുന്നതിനു മുൻപ് ഇളം ചൂടുവെള്ളത്തിൽ ത്രിഫലചൂർണം കഴിക്കുന്നത് കുടൽ ശുദ്ധീകരിക്കാനും മലം സുഗമമായി പോകാനും സഹായിക്കും. ഫിഗ് അഥവാ അത്തിപ്പഴം. ഉണങ്ങിയ അത്തിപ്പഴം രാത്രി വെള്ളത്തിൽ കുതിർത്തുവെച്ച് രാവിലെ കഴിക്കുന്നത് മലബന്ധം കുറയ്ക്കാൻ സഹായിക്കും. നാരുകളടങ്ങിയ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളം കഴിക്കുക. ടോയ്ലറ്റിൽ ദീർഘനേരം ഇരിക്കുന്ന ശീലവും മൊബൈൽ ഉപയോഗവും ഒഴിവാക്കുക. തുടക്കത്തിലെ ശ്രദ്ധിച്ചാൽ പൈൽസ് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കും. ശ്രദ്ധിക്കുക: മലത്തിലൂടെ അമിതമായി രക്തം പോകുകയോ കഠിനമായ വേദന അനുഭവപ്പെടുകയോ ചെയ്താൽ സ്വയം ചികിത്സ നിൽക്കാതെ ഉടൻ തന്നെ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് പരിശോധന നടത്തുക. ചിലപ്പോൾ ക്ഷാരസൂത്രം പോലുള്ള ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആരോഗ്യ അറിവുകൾക്കായി നിരാമിത്ര സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.